അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ക്ലാസ് 8 ദുറൂസുൽ ഇസ്ലാമിലെ 7ാമത്തെ പാഠമാണ്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. അദ്ദഅവത്തുൽ ഇസ്ലാമിയ്യ. മാനവചരിത്രത്തിലെ സുപ്രധാന സംഭവമാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ. 40-ാം വയസ്സിൽ പ്രവാചകത്വം ലഭിച്ച നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളെ തൗഹീദിലേക്കും നന്മയിലേക്കും ക്ഷണിച്ചു. തിന്മകളിൽ മതിമറന്നിരിക്കുന്ന ജനത നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർത്തു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളെയും കഠിനമായി ഉപദ്രവിച്ചു. ഇതുകൊണ്ടൊന്നും ഫലം ഉണ്ടായില്ല. എൻ്റെ വലത് കൈയിൽ സൂര്യനെയും ഇടത് കൈയിൽ ചന്ദ്രനെയും വെച്ചു തന്നാലും വിജയം നേടുകയോ ഈ മാർഗത്തിൽ മരണം വരിക്കുകയോ ചെയ്യും വരെ ദൗത്യം തുടരുമെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിച്ചു. പ്രകോപനങ്ങൾ ഫലിക്കാത്തപ്പോൾ ഖുറൈശികൾ പ്രലോഭനത്തിൻ്റെ വഴി തേടി. വേണ്ടതെല്ലാം നൽകാമെന്നും ദൗത്യത്തിൽ നിന്ന് പിന്മാറണമെന്നും അവർ അപേക്ഷിച്ചു. അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിരസിച്ചു. തുടർന്ന് ഖുറൈശികൾ ഊരുവിലക്ക് ഏർപ്പെടുത്തി. ഇതും ഫലിച്ചില്ല. ഇസ്ലാം വളർന്നുകൊണ്ടിരുന്നു. മക്കയിൽ ഹജ്ജിന് വരുന്ന പരിസര പ്രദേശത്തുകാർ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് ഇസ്ലാം ആശ്ലേഷിക്കാനിടയായി. ഈ കൂട്ടത്തിൽ യസ്രിബിൽ നിന്നെത്തിയവർ ഇസ്ലാം സ്വീകരിക്കുകയും നാട്ടിലേക്ക് വന്നാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുയായികളെയും സംരക്ഷിക്കാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. പ്രവാചകത്വ ലബ്ധിയുടെ 13-ാം വർഷത്തിലായിരുന്നു ഇത്. വിവരമറിയിച്ച ഖുറൈശികൾ ദാറുൻ നദ്വയിൽ യോഗം ചേർന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അല്ലാഹു തആല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മദീനയിലേക്ക് ഹിജ്റ പോകാൻ അനുവാദം നൽകി. ഖുറൈശികൾക്ക് പിടി നൽകാതെ കൂട്ടുകാരൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് പോയി. 12 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം നുബുവത്തിൻ്റെ 14-ാം വർഷം റബീഉൽ അവ്വൽ 12-ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യസ്രിബിലെത്തി. അതോടെ യസ്രിബ് മദീനത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അത് ലോപിച്ച് പിന്നീട് മദീനയുമായി. മദീനയിലെത്തിയ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ മസ്ജിദ് നബവി നിർമ്മിച്ചു. തന്നോടൊപ്പമെത്തിയ മക്ക നിവാസികളായ മുഹാജിറുകൾക്കും തദ്ദേശീയരായ അൻസാറുകൾക്കുമിടയിൽ സഹോദര്യം ഊട്ടിയുറപ്പിച്ചു. മദീനയിലെ മുസ്ലിമുകൾക്കും അമുസ്ലിമുകൾക്കുമിടയിൽ പരസ്പരം സഹകരണം ഉറപ്പാക്കുന്ന കരാർ ഉണ്ടാക്കി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രാഷ്ട്രത്തിൻ്റെ തലവനായി അധികാരമേറ്റു. നീതി, അക്രമരഹിതം, സത്യം, ഇലാഹി നിയമം പാലനം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു മാതൃകാ ഭരണത്തിന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നേതൃത്വം നൽകി. മദീനയിലെ ഇസ്ലാമിക രാഷ്ട്രത്തെ നശിപ്പിക്കാൻ ഖുറൈശികൾ തീരുമാനിച്ചു. ഇതിൻ്റെ ഫലമായി ഹിജ്റ 2-ാം വർഷം ബദർ യുദ്ധം ഉണ്ടായി. 300-ൽ പരം ആംഗ്യസംഖ്യയുള്ള നിരായുധരായ മുസ്ലിം സൈന്യം 1000-ഓളം ആംഗ്യസംഖ്യയുള്ള സർവ്വസജ്ജരായ ശത്രു സൈന്യത്തെ പരാജയപ്പെടുത്തി. വിശ്വാസവും ഭക്തിയുമായിരുന്നു മുസ്ലിമുകളെ വിജയശ്രീലിതരാക്കിയത്. ബദർ ഇന്നും ലോക ചരിത്രത്തിലെ മഹാസംഭവമായി നിലനിൽക്കുന്നു. പിന്നീട് ഹിജ്റ 3-ാം വർഷം ഉഹദ് യുദ്ധം, 5-ാം വർഷം ഖന്തക് യുദ്ധവും ഉണ്ടായി. 6-ാം വർഷം ഉംറ ചെയ്യാനെത്തിയ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുയായികളെയും ഖുറൈശികൾ തടഞ്ഞു. ഇതിനെ തുടർന്നുണ്ടായ ചർച്ചകൾ ഹുദൈബിയ കരാറിൽ കലാശിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഖുറൈശികൾക്കും മുസ്ലിമുകൾക്കുമിടയിലെ സംഘട്ടനങ്ങൾക്ക് താൽക്കാലിക വിരാമമായി. ഇത് ഇസ്ലാമിനെ പഠിക്കാൻ ശത്രുക്കൾക്ക് അവസരം നൽകി. ഇസ്ലാമിക പ്രചാരണത്തിന് ആക്കം കൂട്ടി. ഹിജ്റ 8-ാം വർഷം ഖുറൈശികൾ കരാർ ലംഘിച്ചതിനെ തുടർന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനുയായികളുമായി മക്കയിലെത്തി. യുദ്ധവുമില്ലാതെ മക്കയെ കീഴ്പ്പെടുത്തി. കഅബയും പരിസരവും ശുദ്ധീകരിച്ചു. അക്രമികൾക്ക് മാപ്പു നൽകി. തുടർന്ന് ജസീറത്തുൽ അറബിൻ്റെ നാനാഭാഗത്തു നിന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധസൗധത്തിലെത്തി. ആളുകൾ കൂട്ടമായി ഇസ്ലാം ആശ്ലേഷിച്ചു. ലോക ഭരണാധികാരികളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ച് കത്തയച്ചും അവിടങ്ങളിലേക്ക് പ്രചാരകരെ അയച്ചും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം തുടർന്നു. അങ്ങനെ ലോകം മുഴുവൻ ഇസ്ലാമിൻ്റെ സന്ദേശമെത്തി. ജസീറത്തുൽ അറബ് മുഴുവൻ ഇസ്ലാം സ്വീകരിച്ചു. ഹിജ്റ 10-ാം വർഷം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജ് നിർവഹിക്കുകയും ലോകത്തിന്
സമത്വത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും സന്ദേശം നൽകി വിടവാങ്ങൽ പ്രഭാഷണം നടത്തുകയും ചെയ്തു. ദൗത്യം പൂർത്തിയാക്കി മദീനയിൽ തിരിച്ചെത്തി. ഹിജ്റ 11 വർഷം റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച അല്ലാഹു തആലയുടെ വിളിക്കുത്തരം നൽകി. റബ്ബി വർസുഖ്നാ സിയാറതഹു ഖബ്ല ഖബ്ലി റൂഹി വൽ ഹറജി. ദുആ. അല്ലാഹുമ്മ അർസുഖ്നാ ഫിദ്ദുനിയ സിയാറതഹു വഫിൽ ആഖിറതി ശഫാഅതഹു യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് തദ്രീബാത്തിലേക്ക് കടക്കാം. പ്രവർത്തനം 1. നംലുൽ ഫറാഇദ്. ക്വസ്റ്റ്യൻ 1. ഹിജ്റയുടെ ഡേഷ് വർഷം മക്ക വിജയമുണ്ടായി. ആൻസർ: ഹിജ്റയുടെ 8-ാം വർഷം മക്ക വിജയമുണ്ടായി. ക്വസ്റ്റ്യൻ 2. ഹിജ്റയുടെ ഡേഷ് വർഷം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. ആൻസർ: ഹിജ്റയുടെ 11-ാം വർഷം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. ക്വസ്റ്റ്യൻ 3. നുബുവത്തിന്റെ ഡേഷ് വർഷം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തി. ആൻസർ: നുബുവത്തിന്റെ 14-ാം വർഷം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തി. ക്വസ്റ്റ്യൻ 4. ഹിജ്റയുടെ ഡേഷ് വർഷം ബദർ യുദ്ധം നടന്നു. ആൻസർ: ഹിജ്റയുടെ 2-ാം വർഷം ബദർ യുദ്ധം നടന്നു. ക്വസ്റ്റ്യൻ 5. ബദർ യുദ്ധത്തിൽ ഡേഷ് ആയിരുന്നു മുസ്ലിം അംഗസംഖ്യ. ആൻസർ: ബദർ യുദ്ധത്തിൽ 300-ൽ പരം ആയിരുന്നു മുസ്ലിം അംഗസംഖ്യ. പ്രവർത്തനം 2. നക്തബു ഫിക്ര. ക്വസ്റ്റ്യൻ 1. ബദർ യുദ്ധം. ആൻസർ: മദീനയിലെ ഇസ്ലാമിക രാഷ്ട്രത്തെ നശിപ്പിക്കാൻ ഖുറൈശികൾ തീരുമാനിച്ചു. ഇതിന്റെ ഫലമായി ഹിജ്റ 2-ാം വർഷം ബദർ യുദ്ധം ഉണ്ടായി. 300-ൽ പരം അംഗസംഖ്യയുള്ള നിരായുധരായ മുസ്ലിം സൈന്യം 1000-ഓളം അംഗസംഖ്യയുള്ള സർവ്വസജ്ജരായ ശത്രു സൈന്യത്തെ പരാജയപ്പെടുത്തി. വിശ്വാസവും ഭക്തിയുമായിരുന്നു മുസ്ലിമുകളെ വിജയശ്രീലാളിതരാക്കിയത്. ബദർ ഇന്നും ലോക ചരിത്രത്തിലെ മഹാസംഭവമായി നിലനിൽക്കുന്നു. ക്വസ്റ്റ്യൻ 2. മക്ക വിജയം. ആൻസർ: ഹിജ്റ 8-ാം വർഷം ഖുറൈശികൾ കരാർ ലംഘിച്ചതിനെ തുടർന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളുമായി മക്കയിലെത്തി. യുദ്ധമില്ലാതെ മക്കയെ കീഴ്പ്പെടുത്തി. കഅബയും പരിസരവും ശുദ്ധീകരിച്ചു. അക്രമികൾക്ക് മാപ്പു നൽകി. തുടർന്ന് ജസീറത്തുൽ അറബിന്റെ നാനാഭാഗത്തു നിന്നും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിലെത്തി ആളുകൾ കൂട്ടം കൂട്ടമായി ഇസ്ലാം ആശ്ലേഷിച്ചു. ക്വസ്റ്റ്യൻ 3. മദീന. ആൻസർ: മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്തിയുറങ്ങുന്ന പുണ്യഭൂമിയാണ് മദീന. ഇസ്ലാമിക ചരിത്രത്തിൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭരണത്തിന്റെ തലസ്ഥാനവും മുസ്ലിമുകളുടെ പരിശുദ്ധമായ പുണ്യഭൂമിയാണ് മദീന. വിശുദ്ധിയുടെ നാടാണ് മദീന. അവിടെയുള്ള ജനങ്ങൾ സ്നേഹമുള്ളവരും സൽക്കാരപ്രിയരുമാണ്. മദീനയുടെ കീർത്തി ലോകമെങ്ങും പരന്നതാണ്. ലോകത്തിലെ പ്രശസ്തമായ പള്ളികളിൽ ഒന്നായ മസ്ജിദുൻ നബവി ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തെ 1-ാമത്തെ ഇസ്ലാമിക രാഷ്ട്രമാണ്. നിയമങ്ങൾ സമ്പൂർണ്ണമായി പ്രയോഗവൽക്കരിക്കപ്പെട്ട പ്രദേശമാണ് പുണ്യ മദീന. ക്വസ്റ്റ്യൻ 4. മദീന കരാർ. ആൻസർ: മദീനയിൽ എത്തിയ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ മസ്ജിദുൻ നബവി നിർമ്മിച്ചു. തന്നോടൊപ്പമെത്തിയ മക്ക നിവാസികളായ മുഹാജിറുകൾക്കും തദ്ദേശീയരായ അൻസാറുകൾക്കുമിടയിൽ സഹോദര്യം ഊട്ടിയുറപ്പിച്ചു. മദീനയിലെ മുസ്ലിമുകൾക്കും അമുസ്ലിമുകൾക്കുമിടയിൽ പരസ്പരം സഹകരണം ഉറപ്പാക്കുന്ന കരാറുണ്ടാക്കി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാഷ്ട്രത്തിന്റെ തലവനായി അധികാരമേറ്റു. നീതി, അക്രമരഹിതം, സത്യം, ഇലാഹി നിയമം പാലനം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു മാതൃകാ ഭരണത്തിനു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേതൃത്വം നൽകി. ക്വസ്റ്റ്യൻ 5. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം. ആൻസർ: ലോക ഭരണാധികാരികളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ച് കത്തയച്ചും അവിടങ്ങളിലേക്ക് പ്രചാരകരെ അയച്ചും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം തുടർന്നു. അങ്ങനെ ലോകം മുഴുവൻ ഇസ്ലാമിന്റെ സന്ദേശമെത്തി. ജസീറത്തുൽ അറബ് മുഴുവൻ ഇസ്ലാം സ്വീകരിച്ചു. പ്രവർത്തനം 3. നക്തുബു മഖാലത്ത്. ക്വസ്റ്റ്യൻ 1. ഹിജ്റത്തുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആൻസർ: മാനവ ചരിത്രത്തിലെ സുപ്രധാന സംഭവമാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ. 40-ാം വയസ്സിൽ പ്രവാചകത്വം ലഭിച്ച നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ തൗഹീദിലേക്കും നന്മയിലേക്കും ക്ഷണിച്ചു. തിന്മകളിൽ മതിമറന്നിരിക്കുന്ന ജനത നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർത്തു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളെയും കഠിനമായി ഉപദ്രവിച്ചു. ഇതുകൊണ്ടൊന്നും ഫലമുണ്ടായില്ല.
എൻ്റെ വലതു കൈയിൽ സൂര്യനെയും ഇടതു കൈയിൽ ചന്ദ്രനെയും വെച്ചു തന്നാലും വിജയം നേടുകയോ ഈ മാർഗത്തിൽ മരണം വരിക്കുകയോ ചെയ്യും വരെ ദൗത്യം തുടരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു. പ്രകോപനങ്ങൾ ഫലിക്കാതായപ്പോൾ ഖുറൈശികൾ പ്രലോഭനത്തിൻ്റെ വഴി തേടി. വേണ്ടതെല്ലാം നൽകാമെന്നും ദൗത്യത്തിൽ നിന്ന് പിന്മാറണമെന്നും അവർ അപേക്ഷിച്ചു. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരസിച്ചു. തുടർന്ന് ഖുറൈശികൾ ഊരുവിലക്ക് ഏർപ്പെടുത്തി. ഇതും ഫലിച്ചില്ല. ഇസ്ലാം വളർന്നുകൊണ്ടിരുന്നു. മക്കയിൽ ഹജ്ജിനു വന്നിരുന്ന പരിസര പ്രദേശത്തുകാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് ഇസ്ലാം ആശ്ലേഷിക്കാനിടയായി. ഇക്കൂട്ടത്തിൽ യസ്രിബിൽ നിന്നെത്തിയവർ ഇസ്ലാം സ്വീകരിക്കുകയും നാട്ടിലേക്ക് വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുയായികളെയും സംരക്ഷിക്കാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. പ്രവാചകത്വ ലബ്ധിയുടെ 13-ാം വർഷത്തിലായിരുന്നു ഇത്. വിവരമറിഞ്ഞ ഖുറൈശികൾ ദാറുൻ നദ്വയിലെ യോഗം ചേർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മദീനയിലേക്ക് ഹിജ്റ പോകാൻ അനുവാദം നൽകി. ഖുറൈശികൾക്ക് പിടി നൽകാതെ കൂട്ടുകാരൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പോയി. 12 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം നുബുവത്തിൻ്റെ 14-ാം വർഷം റബീഉൽ അവ്വൽ 12-ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്രിബിലെത്തി. അതോടെ യസ്രിബ് മദീനത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അത് ലോപിച്ച് പിന്നീട് മദീനയുമായി. ക്വസ്റ്റ്യൻ 2. ഹജ്ജത്തുൽ വദാഇലെ വിടവാങ്ങൽ പ്രസംഗം. കൂട്ടുകാർക്ക് ഇഷ്ടമുള്ളതുപോലെ പാഠത്തിൽ നോക്കി എഴുതുക. പ്രവർത്തനം 4. അൽ വാജിബുൽ മൻസിൽ. ക്വസ്റ്റ്യൻ 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങൾ വർഷഗണനയനുസരിച്ച് എഴുതുക. നുബുവത്തിൻ്റെ 11-ാം വർഷം ഇസ്രാ മിഅ്റാജ്. നുബുവത്തിൻ്റെ 13-ാം വർഷം ഹിജ്റ പോയി. ഹിജ്റ 2-ാം വർഷം ബദർ യുദ്ധം. ഹിജ്റ 3-ാം വർഷം ഉഹുദ് യുദ്ധം. ഹിജ്റ 5-ാം വർഷം ഹന്തക് യുദ്ധം. ഹിജ്റ 6-ാം വർഷം ബൈഅത്തു റളുവാൻ. ഹിജ്റ 7-ാം വർഷം ഖൈബർ കീഴടക്കി. ഹിജ്റ 8-ാം വർഷം മക്ക വിജയം. ഹിജ്റ 9-ാം വർഷം തബൂക്ക് യുദ്ധം. ഹിജ്റ 10-ാം വർഷം ഹജ്ജത്തുൽ വദാഅ്. ഹിജ്റ 11-ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. പ്രവർത്തനം 5. തഹ്സീസ്. ക്വസ്റ്റ്യൻ 1. മൗലിദ് കിതാബിലെ ഇന്ന ബൈതൻ അൻത സാകിനു എന്ന കവിത ക്ലാസ്സിൽ അവതരിപ്പിക്കുക. ക്വസ്റ്റ്യൻ 2. ത്വലഅൽ ബദ്റു അലൈന എന്ന കവിതയും ആശയവും ക്ലാസ്സിൽ അവതരിപ്പിക്കുക. ക്വസ്റ്റ്യൻ 3. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ പരാമർശിച്ച സ്ഥലങ്ങൾ ഭൂപടത്തിൽ കണ്ടെത്തുക. ആൻസർ: സിറിയ. 2. മദീന. 3. ബദർ. 4. ജിദ്ദ. 5. മക്ക. 6. ത്വായിഫ്. ഇപ്പോൾ ഈ പാഠത്തിൻ്റെ എല്ലാ തദ്രീബാത്തും അവസാനിച്ചിട്ടുണ്ട്. കൂട്ടുകാരെൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.